ശ്രീ കെ ജെ ജേക്കബ്, ഈ ബില്ലിപ്പോൾ ലോക്സഭയുടെ പരിഗണനയിലാണ്, ചർച്ച നടന്നു വരികയാണ്. ഏതൊക്കെ തരത്തിലാണ് ഈ മാറ്റത്തെ വിലയിരുത്തേണ്ടത്, രാജ്യം കാണേണ്ടത്? ഇത് പലപ്പോഴും കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ, സംഘ് പരിവാറൊക്കെ ഈ മാറ്റത്തെക്കുറിച്ചൊക്കെ വാചാലമാകും. ഒരു വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള വളരെ കാര്യക്ഷമമായ ക്രിയാത്മകമായ മാറ്റം എന്നാണ് അവകാശപ്പെടാറുള്ളത്. ഇതിൽ അതിന് കഴിയുമോ? നമ്മളിപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു നേരത്തെ ഒരു ഫുള്ളി കേന്ദ്ര സർക്കാർ മുഴുവൻ പണവും കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് മാറ്റി സംസ്ഥാന സർക്കാരിലേക്കാക്കി, അത് 100-ൽ 120 ദിവസത്തേക്കാക്കി. പിന്നെ അതിൻ്റെ കേന്ദ്ര സർക്കാർ ഇനി അങ്ങോട്ട് കേന്ദ്ര സർക്കാരാണ് ഏതൊക്കെ പദ്ധതികൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്ന് നിശ്ചയിക്കുന്ന രൂപത്തിലേക്കാക്കി. 4 ഫോക്കസ് ഏരിയകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാക്കി. ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യം, അതിലേക്ക് ഞാനും ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ക്രൂരമായിട്ട് തോന്നിയ ഒരു എലമെന്റ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സീസണിൽ ഈ പദ്ധതിക്ക് ഹോളിഡേ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും പീക്ക് അഗ്രികൾച്ചർ സീസൺ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണെന്ന് കൂട്ടി. ഇപ്പം 120 ദിവസം മറ്റോ 3 മാസം ഇതിന് ഹോളിഡേ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കുക, ജൂൺ മാസത്തിൽ ഇതിന് ഹോളിഡേ ആണ് എന്ന് പ്രഖ്യാപിച്ചതിൽ സംഭവിക്കും. ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നമ്മളിത് പണ്ട് നിർത്തിച്ച കാര്യമാണ്. കേരളത്തിൽ നമ്മൾക്ക് ഒരു തൊഴിലാളിയെ കൂലി കൊടുക്കുക, അയാൾ ജോലി ചെയ്യണമെങ്കിൽ കൂലി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ജോലിദായകൻ എന്നുള്ളത് അവിടുത്തെ ഭൂ ഉടമകളാണ്, വൻകിട കൃഷിക്കാരാണ്. അപ്പൊ ഈ മൻരേഗ പദ്ധതി ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അവർക്കൊരു ഈ തൊഴിലാളികൾക്ക് ഒരു വലിയ തോതിലുള്ള ഒരു ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്നു. അവർക്ക് സർക്കാരിൻ്റെ തൊഴിലുണ്ട്, അപ്പോൾ അതിൽ കൊടുക്കുന്ന മിനിമം വേജ് ഉണ്ട്. ആ വേജ് ഉള്ളിടത്തോളം കാലം ആ മിനിമം വേജ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറയാൻ അവിടുത്തെ തൊഴിലാളികൾക്ക് പറ്റുമായിരുന്നു. ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീക്ക് അഗ്രികൾച്ചർ സീസണിൽ ഇതിന് ഹോളിഡേ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പം നമ്മുടെ നാട്ടിൽ അവരുടെ സീസൺ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളുടെ പിന്നെ ഇടവപ്പാതി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വയലുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിസ്ഥലങ്ങളൊക്കെ സജീവമാകും. അപ്പം അവിടെയും അവിടെ ഈ പരിപാടിക്ക് ഹോളിഡേ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? സർക്കാർ ഈ സ്കീമിലില്ല. അപ്പോൾ പിന്നെ തൊഴിലാളികൾ ഈ വൻകിട ഭൂ ഉടമകളും കൃഷിക്കാരും അവർ കൊടുക്കുന്ന കൂലിക്ക് ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. എന്ത് ക്രൂരമായിട്ടാണ് ഒരു സിസ്റ്റത്തെ അട്ടിമറിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ തൊഴിലാളികൾ സംഘടിതരാണ്, സർക്കാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ സമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആർക്കും തർക്കം കാണില്ല. പക്ഷെ അതല്ല ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ അവസ്ഥ. അവിടെയുള്ള സാധാരണ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി എന്നുള്ളത് ഈ വൻകിട ഭൂ ഉടമയോട് ബാർഗെയിൻ ചെയ്യാനുള്ള, എൻ്റെ അധ്വാനത്തിന് എനിക്ക് കൂലി കിട്ടണമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു അവസരമായിരുന്നു. ആ അവസരം വളരെ ഭംഗിയായിട്ട് നിഷേധിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് നമുക്കറിയില്ല കേട്ടോ. കാരണം ഇത് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം. ഇത് മനുഷ്യരുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഇതിനെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ 1ാമത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിതിനെ എതിർത്തിരുന്നു, പക്ഷേ എൻ്റെ 2ാമത്തെ ബഡ്ജറ്റ് തുടങ്ങി ഞാൻ ഇതിന് പണം കൂടുതൽ വകവയ്ക്കാൻ തുടങ്ങിയെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് നാട്ടിൻപുറത്തെ, ഇന്ത്യയുടെ വിശാലമായിട്ടുള്ള നാട്ടിൻപുറത്തെ ദരിദ്രരായ മനുഷ്യർക്ക്, അധ്വാനം മാത്രം വിൽക്കാനുള്ള മനുഷ്യർക്ക് അവരുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി ആയതോടുകൂടി ഓരോ യൂണിയൻ ബജറ്റ് പരിശോധിച്ചാലും നീക്കിയിരിപ്പ് കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് തർക്കമില്ലത്. ഞാൻ പറയുന്ന, അദ്ദേഹം പോയതോടുകൂടി നരേന്ദ്രമോദി, നമ്മളിപ്പം നമ്മുടെ വള്ളക്കാരന്റെ കേസ് പറഞ്ഞ പോലെയാണ്. 1ാം മന്ത്രിസഭയിൽ ഗോപിനാഥ് മുണ്ടെ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പിന്നെ വെങ്കയ്യ നായിഡു ഉണ്ടായിരുന്നു, അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു, പിന്നെ സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണ രീതിയിൽ രാഷ്ട്രീയം പ്രവർത്തിച്ചിരുന്ന മനുഷ്യരുടെ വിചാരങ്ങൾ മനസ്സിലാകുന്ന മനുഷ്യരുണ്ടായിരുന്നു. അപ്പം അന്ന് ഗോപിനാഥ് മുണ്ടെ, എനിക്ക് തോന്നുന്ന വെങ്കയ്യ നായിഡു, അവരൊക്കെ ഈ റൂറൽ ഡെവലപ്മെന്റ് മന്ത്രിയാണ്. വെങ്കയ്യ നായിഡു ആയിരുന്നു ആദ്യത്തെ റൂറൽ ഡെവലപ്മെന്റ് മന്ത്രി. അപ്പം അവർ അതിനുവേണ്ടി പണം നീക്കിയിരുന്നു.
BJP എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുക എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കേന്ദ്രത്തിൻ്റെ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. 2005 ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിൻ്റെയും ഉള്ള ധനാഗമ മാർഗങ്ങൾ വ്യത്യസ്തമായിരുന്നു. അന്ന് GST ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാർ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്ത ഒരു കാലത്താണ് ഈ പദ്ധതി വരുന്നത്. അതിൽ നിന്ന് മാറി GST റെഷീമിലേക്ക് വരികയും മിക്കവാറും പണത്തിന്റെ കസ്റ്റോഡിയൻ കേന്ദ്ര സർക്കാർ ആവുകയും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതത്തിൻ്റെ അളവ് പടിപടിയായി കുറച്ചുകൊണ്ട് വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് 100% കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതി കുറച്ച് ഇതിലേക്കാക്കി മാറ്റുന്നത്. അത് നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാവാത്തൊരു കാര്യമാണ്, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്, എതിർക്കേണ്ട കാര്യമാണ്, എതിർത്ത് തോൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊഴിലാളികൾക്ക് അവരുടെ കയ്യിൽ പണം വരുന്ന ഒരു സ്കീമിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സർക്കാരിന് സാധിക്കുക എന്നുള്ളത് വിശദീകരിക്കാൻ BJP എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എനിക്ക് താല്പര്യമുണ്ട്. സത്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് കളഞ്ഞതിൽ ഒരു കണക്കിന് അത് വളരെ നന്നായേ ഉള്ളൂ. കാരണം മഹാത്മാഗാന്ധിയുടെ ഒരു സങ്കല്പമായിരുന്നു അന്ത്യോദയ എന്നുള്ളത്. ഏറ്റവും അവസാനത്തെ മനുഷ്യന്, അൺടു ദിസ് ലാസ്റ്റ്, ഏറ്റവും അവസാനത്തെ മനുഷ്യന് എങ്ങനെ അയാൾക്ക് എന്ത് ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നുള്ള മഹാത്മാഗാന്ധിയുടെ തോട്ടിൽ നിന്നാണ് ഈ അന്ത്യോദയ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ മനുഷ്യൻ. ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ശരിക്കും അഡ്രസ്സ് ചെയ്യുന്ന അതാണ്. ഏറ്റവും അവസാനത്തെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത മനുഷ്യർക്ക്, അധ്വാനം മാത്രം വിൽക്കാൻ പറ്റുന്ന മനുഷ്യർക്ക് അന്തസ്സോടുകൂടി 100 ദിവസം പണി കൊടുക്കാം. അതല്ലെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊന്ന് ജിജു സാർ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയും. എങ്ങനെയാണ് ഇതൊരു സപ്ലൈ ഡ്രിവൺ ഇതായിട്ട് മാറിയത്, ഒരു ഡിമാൻഡ് ഡ്രിവൺ നിൽക്കുമ്പോൾ ഒരു സപ്ലൈ ഡ്രിവൺ ആയിട്ടുള്ള അതിന്റെ ഏറ്റവും കീ ആയിട്ടുള്ള വേറൊരു എലമെന്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ജിജു സാർക്ക് അത് കൃത്യമായിട്ട് പറയണം, നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഈ ഒരു എലമെന്റ് പൊതുവെ ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. ഈ ഹോളിഡേ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഈ ഉത്തരേന്ത്യൻ തൊഴിലാളികളെ വീണ്ടും അവിടുത്തെ വൻകിട ഭൂവുടമകളുടെ അടിമകളാക്കി മാറ്റുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്.